നാളെ ആ കൊലക്കയറിലേക്ക് നടക്കേണ്ട ജീവന്റെ വഴിയിൽ മറ്റു വഴികളൊന്നും തെളിയാതെ കട്ടപിടിച്ച് കിടന്ന അന്ധകാരത്തിൽ ഒരു വെളിച്ചം തെളിഞ്ഞു. റിപ്പബ്ലിക് ഓഫ് യമൻ പബ്ലിക് പ്രോസിക്യൂഷൻ സ്ഥിരീകരിക്കുകയാണ് എല്ലാ വാദങ്ങളും എല്ലാ അപ്പീലുകളും തള്ളപ്പെട്ട് അധികാരികൾ ഒപ്പിട്ട നിമിഷപ്രിയയുടെ മരണ വാറന്റ് നീട്ടിവെച്ച കാര്യം നേരിട്ട് അറിയിക്കുന്നത് കാന്തപുരം അബൂബക്കർ മുസ്ലിയാർക്കാണ്. ആ സനായിലെ കോടതി ഒഫീഷ്യൽ ഉത്തരവ് കാന്തപുരത്തിന് നേരിട്ടയക്കാൻ കാരണമുണ്ട്. എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ച മണിക്കൂറിൽ സ്നേഹത്തിന്റെ ഭാഷ പറയുന്ന അനുയായികൾ സുൽത്താനുൽ ഉലമ എന്ന് വിളിക്കുന്ന ആത്മീയ നേതാവിന്റെ ഇടപെടലാണ് ആ ജീവൻ രക്ഷാദൌത്യം. ഹൂത്തികളുടെ നിയന്ത്രണത്തിലുള്ള സ്ഥലം. കേന്ദ്ര സർക്കാരിനടക്കം ഒരു ഡിപ്ലോമാറ്റിക് ഇടപെടൽ അങ്ങേയറ്റം സങ്കീർണമാക്കുന്ന ഘടകങ്ങൾ ഇന്നലെ സുപ്രീം കോടതിയെ അറിയിച്ചതാണ് അറ്റോർണി ജനറൽ ആർ വെങ്കട്ടരമണി. അങ്ങനെ എല്ലാം അസ്തമിച്ച് ശിക്ഷ നടപ്പാക്കാൻ 24 മണിക്കൂർ പോലും ഇല്ലാത്തപ്പോൾ അടഞ്ഞ വാതിലുകൾ തുറക്കാനിറങ്ങിയതാണ് കാന്തപുരം. ആ രാജ്യത്തെ സൗഹൃദങ്ങൾ, സ്വാധീനങ്ങൾ, യമന്റെ ഗ്ലോബൽ മുഖം ഷെയ്ഖ് ഹബീബ് ഉമറുമായി പതിറ്റാണ്ടുകളുടെ വ്യക്തിബന്ധം ഒക്കെയൊക്കെ കാന്തപുരത്തിന്റെ കരുത്തായി. ആ വ്യക്തിപ്രഭാവത്തിന്, മാനവ സ്നേഹത്തിന്റെ വക്താവിന് ആദരവുകൾ, ദീർഘായുസിന് പ്രാർത്ഥനകൾ. എത്താൻ വൈപ്പോയി. അദ്ദേഹം മൂന്നി പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് ഇത്തരം വിഷയങ്ങൾക്ക് ഹിന്ദുവെന്നോ മുസൽമാനെന്നോ ക്രിസ്ത്യാനിയോ എന്നോ ഉള്ള നോട്ടം മാർക്കസിനില്ല. അത് ഭയങ്കരമായ ഒരു സാധനം ഞങ്ങൾക്ക് ഈ ഇവിടെ കയറി ഇറങ്ങിയ സമയത്ത് കിട്ടുന്ന സാധനത. യമനിൽ മറ്റൊരു കോടതി ഇക്കാര്യത്തിൽ ഇടപെടാൻ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് എങ്ങനെ പറയണം, ഇതെങ്ങനെ അവതരിപ്പിക്കണം എന്നൊന്നും അറിയില്ല. ഞാനിപ്പോൾ ഇതാ എൻ്റെ കടയിൽ, ഈ കാണുന്നതാണ് എൻ്റെ കട, ഉണ്ണിയപ്പ കട. റോഡ് സൈഡിലായതുകൊണ്ട് വണ്ടീൻ്റെയൊക്കെ സൗണ്ടുകൾ കേൾക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. കാരണം എനിക്ക് വീട്ടിൽ കൂടെ പോകാൻ പോലും സാധിച്ചിട്ടില്ല. പക്ഷേ എനിക്ക് ഇങ്ങനെയൊരു ന്യൂസ് കേൾക്കുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് പൊറുതിയില്ല. കാരണം ഞാൻ കണ്ട ഒരു സ്വപ്നം, അല്ലെങ്കിൽ എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു അത്ഭുതം, എന്തോ ഒരു മിറാക്കിൾ ഇവിടെ സംഭവിക്കാൻ പോവുകയാണെന്ന് ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നല്ലോ. അതായത് നിമിഷപ്രിയയുടെ വധക്കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു. അതിൽ ഉസ്താദിൻ്റെ ഇടപെടലുകളും അതുപോലെ തന്നെ ഉസ്താദിൻ്റെ നിലപാടുമൊക്കെ വ്യക്തമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചതായിരുന്നു. എന്തായാലും ആ ഒരു നീക്കം തന്നെ വലിയൊരു ആശ്വാസമായിരിക്കുകയാണ്. നാളെ നടത്താനിരുന്ന നിമിഷപ്രിയയുടെ വധശിക്ഷ മാറ്റിവെച്ചിരിക്കുന്നു എന്ന ഒരു വലിയൊരു സന്തോഷം നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുകയാണ് ഈ ഒരു നിമിഷം. ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ്, യമനിലെ പ്രശസ്തനായ സൂഫി വര്യൻ ഷെയ്ഖ് ഹബീബ് ഉമർ ഹാഫിലുമായിട്ട് ചർച്ച ചെയ്യുകയും ആ ചർച്ചയുടെ ഫലമായിട്ടാണ് ഇന്ന് ഒരു തീരുമാനത്തിൽ എത്തിയത് തന്നെ. പക്ഷേ ഇത്രയും ഗവൺമെൻറ്റും കേന്ദ്ര ഗവൺമെൻറ്റും ഒക്കെ ഇടപെട്ടിട്ടും നിമിഷപ്രിയയുടെ ഒരു കാര്യത്തിലും ഒരു ചെറിയൊരു രീതിയിൽ പോലും ഒരു ഇല പോലും അനക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഇന്ന് നാളെ നടത്താനിരുന്ന വധശിക്ഷ മാറ്റിവെച്ചു എന്നറിയുമ്പോൾ തന്നെ വളരെ വളരെ അഭിമാനവും സന്തോഷവും എനിക്ക് തോന്നുകയാണ്. അതിൻ്റെ ഒപ്പം തന്നെ ചെറിയൊരു വിഷമം തോന്നിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ ഉമ്മായ്ക്കും, അതായത് കൊല്ലപ്പെട്ട യമൻ പൗരൻ്റെ ഉമ്മാക്കും അതുപോലെ തന്നെ സഹോദരനും ചെറിയൊരു വിയോജിപ്പുണ്ടെന്നാണ് അറിയാൻ സാധിച്ചത്. അതുകൊണ്ട് വലിയ രീതിയിൽ പ്രതീക്ഷകളൊന്നും നമ്മൾക്ക് തരുന്നില്ല. പിന്നെ ഉസ്താദ് വലിയ രീതിയിൽ അത് ഹൈപ്പ് ചെയ്തിട്ട് സംസാരിക്കേണ്ട, അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ പോകണ്ട എന്നൊക്കെയാണ് ഉസ്താദ് പറയുന്നത്. എന്തായാലും എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് നിമിഷപ്രിയ വരും, തിരിച്ച് നാട്ടിലേക്ക് വരും. പക്ഷെ കുറച്ച് സമയമെടുക്കും. എന്തായാലും അത്രയും അനുഭവിക്കേണ്ട അത്രത്തോളം അനുഭവിക്കുന്നുമുണ്ട്. ഇനിയും ആ കൊലക്കയർ കഴുത്തിൻ്റെ ഇത്ര അറ്റം വരെ പോകുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു പ്രാണവേദനയും കൂടെ അനുഭവിച്ചിട്ടായിരിക്കും ചിലപ്പോൾ നിമിഷപ്രിയ വരുന്നുണ്ടാവുക. പക്ഷെ എന്തായാലും നിമിഷപ്രിയ വരുമെന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. കാരണം ഞാൻ പറഞ്ഞതാണ്, ഇന്നലെ കൂടെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കണം, നിങ്ങൾ വിചാരിക്കരുത്. എനിക്ക് അത്രത്തോളം വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞതായിരുന്നു ഒരു മിറാക്കിൾ സംഭവിക്കുമെന്ന്. ആ മിറാക്കിളാണ് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് ശരിക്കും ഈ ഒരു കാര്യത്തിൽ ഇടപെട്ടത് തന്നെ. അങ്ങനെ ഒരുപാട് ആളുകൾ അദ്ദേഹത്തിനെ പ്രശംസിക്കുന്നു, അതുപോലെ തന്നെ വീഡിയോ ചെയ്യുന്നു, പോസ്റ്റ് ഇടുന്നു എന്നൊക്കെ പറയും. എനിക്കും അതേപോലെ എൻ്റെ ഉസ്താദാണെന്ന് പറയാൻ എനിക്ക് വലിയ മതിപ്പാണ്. എനിക്ക് ഭയങ്കര ആത്മാഭിമാനമാണ്. ഞാൻ നോക്കൂ, കടയിലും കൂടെ കടയിൽ നിന്ന് പോയിട്ടില്ല വീട്ടിലേക്ക്. എന്നിട്ട് ഇത് എൻ്റെ കട ഞാൻ ഒന്നും കൂടെ കാണിച്ചു തരാം. ഇവിടെ നിന്നാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇനി എനിക്ക് ഒരു കാര്യം കൂടെ പറയാനുള്ളതെന്ന് വെച്ചാൽ, ഉസ്താദ് ഖുർആനെ മുൻനിർത്തിക്കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ, അതായത് ആത്മീയപരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. അതിൽ ഞാൻ മനസ്സിലാക്കിയ, അല്ലെങ്കിൽ എനിക്ക് മനസ്സിലാവുന്ന ഒരു ആയത്തുണ്ട്. അൽ ബക്രയിലെ 178, 179 ആയത്തിൽ പറയുന്നൊരു കാര്യം. അത് ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കുകയാണ്. ഈ ഒരു പ്രക്രിയ, അല്ലെങ്കിൽ ഈ ഒരു ആയത്തിനെ ബഹുമാനിച്ചു കൊണ്ടായിരിക്കണം ഉസ്താദ് ഇങ്ങനെയൊരു കാര്യത്തിൽ മുന്നിട്ട് വന്നിട്ടുള്ളത്. ഒരു മനുഷ്യനാണ്, മനുഷ്യത്വം നിറഞ്ഞതാണ്. അതുകൊണ്ട് ഞാൻ ആ ഒരു ഇത് വായിക്കുകയാണ്. അൽ ബക്രയിലെ, ഞാൻ പറഞ്ഞല്ലോ, അൽ ബക്രയിലെ 178
178-179 ഞാൻ വായിക്കുന്നത്. വിശ്വസിച്ചവരെ കൊല്ലപ്പെട്ടവൻ്റെ കാര്യത്തിൽ പ്രതിക്രിയ നിങ്ങൾക്ക് നിയമമാക്കിയിരിക്കുന്നു. കൊന്നത് സ്വതന്ത്രനാകട്ടെ അടിമയാകട്ടെ സ്ത്രീയാകട്ടെ. എന്നാൽ കൊലയാളിക്ക് തൻ്റെ സഹോദരനിൽ നിന്ന് മാപ്പ് ലഭിക്കുകയാണെങ്കിൽ നല്ല നിലയിൽ അത് അംഗീകരിക്കുകയും മാന്യമായ നഷ്ടപരിഹാരം നൽകുകയും വേണം. നിങ്ങളുടെ നാഥനിൽ നിന്നുള്ള ഒരിളവും കാരുണ്യവുമാണിത്. പിന്നെയും പരിധി വിടുന്നവർക്ക് നോവേറിയ ശിക്ഷയുണ്ട്. ശരിയാണ്, ആ ഒരു നിയമമാണ് ഇവിടെ നടപ്പാക്കുന്നത്. ഈ ഒരു ഖുർആനിലെ നിയമം ഫോളോ ചെയ്യുന്ന ആളുകളാണല്ലോ ഈ യമൻ പൗരൻ്റെ വീട്ടുകാരും ഒക്കെ. അപ്പോൾ എന്തായാലും ആത്മീയപരമായിട്ടും കൂടി ഒന്ന് ശ്രമിക്കുകയാണ് ഉസ്താദ്. കാരണം ഒന്ന് ക്ഷമിച്ചുകൂടെ? തെറ്റ് ചെയ്തവൻ എന്തായാലും ശിക്ഷയുണ്ട്, ഇല്ല എന്നല്ല. പക്ഷേ ആ തെറ്റ് ചിലപ്പോൾ അറിഞ്ഞോ അറിയാതെയോ വന്ന ഒരു പാകപ്പിഴവാണെങ്കിൽ അതിനെ നമുക്ക് മാപ്പാക്കി കൊടുക്കണം. അതിൽ അവർക്ക് കൊടുക്കാവുന്ന ദയാധനം എന്താണോ അത് സ്വീകരിക്കണം എന്നുള്ള രീതിയിലാണ് ഈ ഒരു അൽ-ബഖറയിലെ 178 ആയത്തിൽ പറയുന്നത് കേട്ടോ. പിന്നെ 179 ഇത് ബുദ്ധിശാലികളെ പ്രതിക്രിയയിൽ നിങ്ങൾക്ക് ജീവിതമുണ്ട്, നിങ്ങൾ ഭക്തിയുള്ളവരാകാൻ. അതായത് ഇങ്ങനെ ഒരു വിഷയം നടന്നു കഴിഞ്ഞാൽ നിങ്ങൾ അതിനൊരു പ്രതിക്രിയ ചെയ്യുക. നിങ്ങൾ ഇപ്പോൾ യമൻ പൗരനെ തന്നെ എടുക്കാം നമുക്ക്. യമൻ പൗരൻ്റെ വീട്ടുകാർ പ്രതിക്രിയ ചെയ്യുകയാണ്, ശരി നിങ്ങൾ കൊല തന്നെ വേണം എന്ന് പറഞ്ഞ് ശാഠ്യം പിടിച്ചിട്ട് അവസാന നിമിഷം കൊണ്ട് ഈ ഒരു ആയത്ത് വായിച്ച് ഖുർആൻ്റെ മഹത്വം ഭൂലോകം അല്ലെങ്കിൽ ലോകമെമ്പാടും പാടിക്കൊണ്ടിരിക്കുന്ന പരിശുദ്ധമാക്കപ്പെട്ട ദീനുൽ ഇസ്ലാമിനെയും അതുപോലെ തന്നെ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനെയും ബഹുമാനിക്കുന്ന ഒരാളാണെങ്കിൽ, ആത്മീയപരമായിട്ട് പോകുന്ന വ്യക്തിയാണെങ്കിൽ ഉറപ്പായും ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് പറയുന്നത് എന്തായാലും അവർ ഉൾക്കൊള്ളുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എൻ്റെ മനസ്സും അങ്ങനെയാണ് പറയുന്നത്. കാരണം ഇതിൽ ഞാൻ അങ്ങനെയാണ് കാണുന്നത്. ഈ അൽ-ബഖറയിൽ 178 ആയത്തിൽ ഞാൻ കാണുന്നത് അത് തന്നെയാണ്. അപ്പം വിശ്വസിച്ചവരെ കൊല്ലപ്പെട്ടവൻ്റെ കാര്യത്തിൽ പ്രതിക്രിയ, നമുക്കൊരു പ്രതിക്രിയ ചെയ്യണമെന്നുണ്ടെങ്കിൽ കൊന്ന ആളിനെ തിരിച്ചു കൊല്ലാതെ അവരിൽ നിന്നും ദിയാദനം സ്വീകരിക്കാനുള്ള ഒരു മനസ്സ്, ഈ ഒരു പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിലൊരു കഴിവുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തായാലും നിമിഷപ്രിയ തിരിച്ചു വരുമെന്നുള്ള വിശ്വാസമുണ്ട്. അവൾ ചെയ്തതൊക്കെ തെറ്റാണ്, ഇല്ല എന്നൊന്നും ഞാൻ പറയില്ല, ഞാൻ ന്യായീകരിക്കാനും വരുന്നില്ല. പക്ഷേ പ്രതിക്രിയ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ലോകം മുഴുവനും വാഴ്ത്തും. അതുപോലെ ദൈവത്തിൽ നിന്നുള്ള നല്ലൊരു എന്താ പറയുക, കൂലി അല്ലെങ്കിൽ ദൈവത്തിൽ നിന്നുള്ളൊരു കാരുണ്യം ഈ ഒരു കുടുംബം ഏറ്റുവാങ്ങുമെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും നന്ദിയോടുകൂടെ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.